الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الإخوان والأخوات أوصيكم وإياي بتقوى الله. قال الله تعالى في قرآنه الكريم: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة فخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. بسم الله الرحمن الرحيم. إن في خلق السماوات والأرض واختلاف الليل والنهار لآيات لأولي الألباب الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. സ്നേഹാദരണീയരായ സഹോദരന്മാരെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളനുസരിച്ച് അങ്ങേയറ്റം തെക്കുപോലെ ജീവിക്കുവാൻ ആദ്യമായി എന്നെയും നിങ്ങളെയും വസിയത്ത് ചെയ്തു. സൃഷ്ടാവായ അള്ളാഹുവിനെ ബോധ്യപ്പെടാൻ നമ്മുടെ ശരീരത്തിൽ തന്നെ ഒട്ടനവധി ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന കാര്യമാണ് വളരെ സംക്ഷിപ്തമായി കഴിഞ്ഞ ഖുത്ബയിലൂടെ നാം മനസ്സിലാക്കിയിട്ടുള്ളത്. സ്വന്തത്തെക്കുറിച്ചുള്ള അന്വേഷണം നമ്മുടെ ശരീരത്തിൻ്റെ സംവിധാനവും അതിൻ്റെ സൃഷ്ടിപ്പും ബാഹ്യവും ആന്തരികമായ അവയവങ്ങളുടെയും പ്രവർത്തനങ്ങളുമെല്ലാം തികച്ചും വ്യവസ്ഥാപിതമായ വളരെ കൃത്യമായ ഒരു നിയമത്തിന് വിധേയമായി സൃഷ്ടിക്കപ്പെട്ടതാകുന്നു എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നു. അതോടൊപ്പം നമ്മുടെ ജീവൻ്റെ നിലനിൽപ്പിനാവശ്യമായ ഭക്ഷണ പാനീയങ്ങൾ, അത് അള്ളാഹു സംവിധാനിച്ചിരിക്കുന്ന സംവിധാനങ്ങളും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാകുന്നു എന്ന് നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. ഒട്ടനവധി ഖുർആൻ സൂറത്തുകളിൽ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി സംവിധാനങ്ങളെക്കുറിച്ച്, അതിലൂടെ സർവശക്തനും സൃഷ്ടാവുമായിരിക്കുന്ന പടച്ച തമ്പുരാനെ അറിയാൻ അള്ളാഹു നമ്മോട് ആവശ്യപ്പെടുന്നതായി കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിലെ 3-ാമത്തെ അധ്യായം സൂറത്തു ആലി ഇമ്രാൻ, അതിലെ 190-ാമത്തെ വചനമാണ് ഞാൻ ആദ്യമായി നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി, തീർച്ചയായും ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിൽ, വഖ്തിലാഫിൽ ലൈലി വന്നഹാരി, രാപ്പകലുകൾ മാറി വരുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ആയാത്തിൻ ലിഉലിൽ അൽബാബ്, ചിന്തിക്കുന്ന ആളുകൾക്ക് വ്യക്തമായ ദൃഷ്ടാന്തമുണ്ട് എന്നാണ് അള്ളാഹു അറിയിക്കുന്നത്. ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആലോചിക്കുമ്പോൾ നാം ജീവിക്കുന്ന ഭൂമിയും ഭൂമി ഉൾക്കൊള്ളുന്ന സൗരയൂഥവും അതിനപ്പുറമുള്ള ഗ്രഹങ്ങളും ഗോളങ്ങളും നക്ഷത്ര സമൂഹങ്ങളുമെല്ലാം തികച്ചും കൃത്യമായും വ്യവസ്ഥാപിതമായും സൃഷ്ടിച്ച് സംവിധാനിച്ച് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സർവശക്തനെ നമ്മെ ബോധ്യപ്പെടുത്തുന്നു എന്നുള്ളതാണ് അള്ളാഹുവിടെ സൂചിപ്പിക്കുന്നത്. അള്ളാഹു പറഞ്ഞു, അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം, നിന്നും ഇരുന്നും കിടന്നുമെല്ലാം ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി സംവിധാനത്തെക്കുറിച്ച് ആലോചിച്ചാൽ യതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, അവർ യഥാർത്ഥത്തിൽ പറയും മാ ഖലഖ്ത ഹാദാ ബാത്തില, ഇതൊന്നും വെറുതെ സൃഷ്ടിക്കപ്പെട്ടതല്ല എന്നവന് ബോധ്യപ്പെടും എന്നാണ്. മാ ഖലഖ്ത ഹാദാ ബാത്തില, ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചുണ്ടാക്കിയതല്ല, വളരെ കൃത്യമായ കണക്കനുസരിച്ച് കൊണ്ടും വ്യവസ്ഥാപിതമായും നിയമങ്ങൾക്ക് വിധേയമായിട്ടുമാണ് ഈ പ്രപഞ്ചത്തെ അള്ളാഹു സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് അള്ളാഹു ബോധ്യപ്പെടുന്നത്.
നമ്മൾ ആലോചിച്ച് നോക്കുക. വശംസി തജ്രീലി മുസ്തഖരില്ലഹ ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം. സൂറത്ത് യാസീനിലെ നമുക്ക് സുപരിചിതമായ വചനമാണ്. അള്ളാഹു അവിടെ പറഞ്ഞിരിക്കുന്നത് സൂര്യൻ അതിനെ ഒരു സ്ഥിരമായ സ്ഥാനത്തേക്ക് ചലിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. നമ്മളൊക്കെ മനസ്സിലാക്കിയത് സൂര്യനും അതിനെ ചുറ്റുന്ന ഗോളങ്ങളും ഗ്രഹങ്ങളും അടങ്ങുന്ന സൗരയൂഥത്തെക്കുറിച്ചായിരുന്നു ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്. എന്നാൽ ഈ സൗരയൂഥമടക്കം മറ്റെന്തിനെയോ ലക്ഷ്യമാക്കി കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് അടുത്ത കാലത്ത് ശാസ്ത്രം തന്നെ തെളിയിച്ചിരിക്കുന്ന യാഥാർത്ഥ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഈ സൃഷ്ടി സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ഈ സൂര്യനും അതിനു ചുറ്റുമുള്ള ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും നക്ഷത്ര സമൂഹങ്ങളുമൊക്കെ വളരെ വ്യവസ്ഥാപിതമായ ഒരു സൃഷ്ടി സംവിധാനത്തിൻ്റെ ഭാഗമാകുന്നു എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. വൽ ഖമറ ഖദ്ദർനാഹു മനാസില ഹത്ത ആദ കൽ ഉർജൂനിൽ ഖദീം. സ്വയം പ്രകാശിക്കുന്ന സൂര്യനാണ് നേരത്തെ സൂചിപ്പിച്ചതെങ്കിൽ ആ സൂര്യപ്രകാശം തട്ടിക്കൊണ്ട് പ്രകാശിക്കുന്ന ചന്ദ്രൻ, അതിൻ്റെ വൃദ്ധിക്ഷയങ്ങൾ, അതിൻ്റെ സഞ്ചാരപഥങ്ങളിലുണ്ടാകുന്ന മാറ്റങ്ങൾ അത് അല്ലാഹു സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഈത്തപ്പഴക്കുരുവിൻ്റെ വളഞ്ഞ തണ്ട് പോലെ ആയിത്തീരുന്നത് വരെ ഉള്ള അതിൻ്റെ സഞ്ചാരമാർഗങ്ങൾ. നമ്മൾ ഏറ്റവും ആദ്യം പ്രത്യക്ഷപ്പെടുന്ന ഹിലാലിൽ തുടങ്ങിയാൽ വളരെ ചെറിയ നേർത്ത ഒരു വര പോലെ മാത്രമാണുള്ളത്. അവിടുന്ന് വളർന്ന് വലുതായി പൂർണ്ണചന്ദ്രനായിത്തീരുകയും പിന്നീട് അവിടുന്ന് ചെറുതായി അവസാനം ഒരു ചെറിയ വളഞ്ഞ രേഖ മാത്രമായി മാറുകയും ചെയ്യുന്ന ആ രൂപത്തിൽ, അതൊക്കെ ഈ ഗ്രഹങ്ങളുടെ ചലനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാകുന്നു എന്ന് നമുക്കറിയാൻ സാധിക്കും. അപ്പോൾ ആ ചലനങ്ങളുടെ വ്യത്യാസമനുസരിച്ചുകൊണ്ട്, സൂര്യപ്രകാശം ലഭിക്കുന്നതിൽ വരുന്ന വ്യത്യാസമനുസരിച്ചുകൊണ്ട് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ ഈ ഗ്രഹങ്ങളും അതിൻ്റെ മാറ്റങ്ങളുമൊക്കെ നമുക്ക് ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് രാപ്പകലുകളുടെ മാറ്റം. സൂര്യൻ്റെ വെളിച്ചം തട്ടുന്ന ഭാഗത്ത് പകലും മറുഭാഗത്ത് രാവും അനുഭവപ്പെടുന്ന ആ ഒരു പ്രതിഭാസം, അത് സൂര്യനും ഭൂമിയുമെല്ലാം അള്ളാഹു സംവിധാനിച്ചു വെച്ചിരിക്കുന്നതിൻ്റെ പ്രധാന ഘടകമായി കാണാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള സൃഷ്ടികളെ, ദൃഷ്ടാന്തങ്ങളെ അള്ളാഹു ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നു, ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം. ഇതെല്ലാം തന്നെ അള്ളാഹുവിൻ്റെ കൃത്യമായ പ്രതാപവാനായിരിക്കുന്ന സർവജ്ഞനായിരിക്കുന്ന ആ പ്രപഞ്ചനാഥൻ്റെ കൃത്യമായ കണക്കനുസരിച്ച് കൊണ്ടാകുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, ലക്ഷംസു യംബഗി ലഹാ അൻ തുദ്രിക്കൽ ഖമർ. ഒരിക്കലും ചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം സൂര്യന് ചന്ദ്രനെ പ്രാപിക്കാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ ലസംസു യംബഗി ലഹാ അൻ തുദ്രിക്കൽ ഖമർ വലല്ലൈലു സാബിഖുൻ നഹാർ. രാവിന് പകലിനെ മുൻകടക്കാനും സാധിക്കുകയില്ല. അതെല്ലാം കൃത്യമായ ഒരു സംവിധാനം അനുസരിച്ച് കൊണ്ടാണ്. സമയവും മണിക്കൂറുകളും നിമിഷങ്ങളും ഒക്കെ കൃത്യമാണ്. സൂര്യോദയവും സൂര്യാസ്തമയവും അതുപോലെ ചന്ദ്രൻ്റെ ഉദയവും അതിൻ്റെ ചലനങ്ങളുമെല്ലാം ഇതെല്ലാം വളരെ കൃത്യമായിട്ടാണ് അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നത്. സൂറത്തുൽ മുൽക്കിൽ അള്ളാഹു പറയുന്നു, അല്ലദീ ഖലഖ സബ്അ സമാവാതിൻ തിബാഖ. ഈ ആകാശ ലോകത്തെ 7 അടുക്കുകളാക്കി മാറ്റിയിരിക്കുന്നു എന്നാണ്. ഇന്നും ശാസ്ത്രത്തിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ലാത്ത വലിയ ഒരു മേഖലയെക്കുറിച്ചാണ്. ഈ ഭൂമിയുടെ ഉപരിഭാഗത്തുള്ള ആകാശ ലോകത്ത് അനേക വർഷം പ്രകാശവർഷം അകലേക്ക് അകന്നുകൊണ്ടിരിക്കുന്ന നക്ഷത്ര സമൂഹങ്ങൾ വരെ ഉണ്ട് എന്നാണ് ശാസ്ത്രം പറയുന്നത്. നമ്മൾ ആലോചിക്കണം, ഒരു പ്രകാശവർഷം എന്ന് പറയുന്നത് തന്നെ വളരെ വിപുലമായ കാര്യമാണ്. അങ്ങനെയുള്ള അനേകം പ്രകാശവർഷം അകലേക്ക് അകന്നുകൊണ്ടിരിക്കുന്ന നക്ഷത്ര സമൂഹങ്ങളുള്ള ഈ ആകാശ ലോകം, ഈ ഭൂമിയുടെ ഉപരിഭാഗം, അതിൻ്റെ അള്ളാഹുവിൻ്റെ സംവിധാനത്തെക്കുറിച്ചാണ് അള്ളാഹു പറഞ്ഞിരിക്കുന്നത് 7 അടുക്കുകൾ എന്ന്. നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത് ഭൂമിയുടെ അന്തരീക്ഷ മണ്ഡലത്തിലുള്ള വിവിധ അടുക്കുകളെക്കുറിച്ച് മാത്രമാണ്. അപ്പോൾ അവിടുന്ന് അപ്പുറമുള്ള ഈ അടുക്കുകളെ സംബന്ധിച്ചിടത്തോളം എല്ലാം വലിയ പഠനം ഇനിയും നടക്കേണ്ട കാര്യമാകുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടുകയാണ്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത്ത്. നിങ്ങൾ അള്ളാഹുവിൻ്റെ ഈ സൃഷ്ടി വ്യവസ്ഥയെക്കുറിച്ച് ആലോചിച്ച് നോക്കിയാൽ അതിൽ നിങ്ങൾക്ക് യാതൊരു ഏറ്റക്കുറവും കാണാൻ സാധ്യമല്ല. എല്ലാം കൃത്യമാണ്. നമ്മൾ എന്തുണ്ടാക്കിയാലും, നമ്മൾ എന്തെല്ലാം സംവിധാനങ്ങൾ സജ്ജീകരിച്ചാലും ശരി, അതിൻ്റെ പിറ്റേന്ന് തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാകും. നമ്മൾ ആലോചിച്ച് നോക്കൂ. വളരെ മനോഹരമായി നമ്മുടെ പള്ളിയെ മനോഹരമാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നു. ഇതിൻ്റെ പണി പൂർത്തിയാക്കി പിറ്റേന്ന് കടന്നു വരുന്ന സന്ദർശകർ അത് അവിടെയല്ല വേണ്ടത്, ഇത് അവിടെയല്ല വേണ്ടത്, അത് അങ്ങനെയായിരുന്നില്ല, ഇതിങ്ങനെയായിരുന്നില്ല എന്ന അഭിപ്രായം പറയും. ഉറപ്പാണ്, പറയാതിരിക്കാൻ കഴിയില്ല. അതേ മനുഷ്യന് സാധിച്ചു എന്നുള്ളത് കൊണ്ടാണ്. ഈ പ്ലാൻ കണ്ടപ്പോൾ തന്നെ നമുക്ക് അഭിപ്രായങ്ങൾ ഉണ്ടായില്ലേ? നമ്മളെല്ലാവരും അംഗീകരിച്ച പ്ലാൻ നടപ്പാക്കാൻ തുടങ്ങിയപ്പോൾ നമുക്ക് അഭിപ്രായം ഉണ്ടായില്ലേ? ഞാൻ സൂചിപ്പിച്ചത് അത് പറയാൻ വേണ്ടിയല്ല, മറിച്ച് അതാണ് മനുഷ്യനുണ്ടാക്കുന്ന എന്തിൻ്റെയും അവസ്ഥ എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്.
കോടികൾ ചെലവഴിച്ച് നമ്മൾ വീടുണ്ടാക്കി ഗൃഹപ്രവേശനത്തിന് നമ്മൾ ക്ഷണിച്ചു വരുത്തി അതിഥികൾ അവിടെയും ഇവിടെയും നോക്കിയതിന് ശേഷം അതും ഇതും അഭിപ്രായം പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ന്യൂനതകളില്ലാത്ത ഒന്നുണ്ടാവില്ല നമ്മൾ ഉണ്ടാക്കുന്നത്. അള്ളാഹു നമ്മളോട് പറയുന്നത് എന്താണ്? ഈ മാ തറാഫി ഹൽഖിർ റഹ്മാനി മിൻ തഫാവുത്ത്, അള്ളാഹുവിൻ്റെ ഈ പ്രപഞ്ചനാഥൻ്റെ പരമകാരുണികനായ പടച്ച തമ്പുരാൻ്റെ സൃഷ്ടി വ്യവസ്ഥയിൽ നിങ്ങൾക്കെവിടെയും ഒരു ഏറ്റക്കുറവ് ചൂണ്ടിക്കാണിക്കാൻ സാധ്യമല്ല. അള്ളാഹു നമ്മളെ വെല്ലുവിളിക്കുകയാണ്. സുമ്മർജിൽ ബസർ, മനുഷ്യ വീണ്ടും നീ നോക്കൂ, നീ മടക്കി നോക്കൂ എന്നാണ് പറഞ്ഞത്. വീണ്ടും നീ തിരിച്ചു നോക്കുക. ഫർജി ഇൽ ബസറ ഹൽ തറാമിൻ ഫുത്തൂർ, നീ നിന്റെ ദൃഷ്ടി മടക്കി നോക്കിയാൽ എവിടെയെങ്കിലും വല്ല വിടവോ പൊട്ടോ പൊളിയോ തകരാറുകളോ ന്യൂനതകളോ നിനക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ടോ? ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി വ്യവസ്ഥയിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ന്യൂനതകൾ നിനക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ടോ എന്ന് ചോദിക്കുന്നു. അള്ളാഹു അവസാനിപ്പിച്ചില്ല, വീണ്ടും ചോദിക്കുന്നു. സുമ്മർജി ഇൽ ബസർ, മനുഷ്യ നീ വീണ്ടും രണ്ടാമത്തെ പ്രാവശ്യം അല്ലെങ്കിൽ രണ്ടാമതും വീണ്ടും നീ ആവർത്തിച്ച് നോക്കിക്കൊണ്ടേയിരിക്കും. ലോകാരംഭം മുതൽ ഇന്ന് വരെയും തലമുറകളിലൂടെ കൈമാറി ലോകാവസാനം വരെ ജീവിക്കുന്ന മനുഷ്യരും തലമുറകളിലൂടെ കൈമാറി പരിശോധിച്ച് നോക്കിയാലും ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി വ്യവസ്ഥയിൽ ഒരു ന്യൂനതയും കാണാൻ സാധ്യമല്ലാത്ത വിധം തികച്ചും അന്യൂനമായ സൃഷ്ടി വ്യവസ്ഥയാണ് അള്ളാഹു നടപ്പാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞിരിക്കുന്നത്, യൻഖലിബ് ഇലൈക്കൽ ബസറു ഹാസിഅൻ വഹുവ, നിന്റെ ദൃഷ്ടി പരവശമായി പരാജയപ്പെട്ട നിലയിൽ നിന്നിലേക്ക് തിരിച്ചു വരും. കാരണം ഒരു ന്യൂനതയും എവിടെയും ചൂണ്ടിക്കാണിക്കാൻ സാധ്യമല്ലാത്ത വിധം വളരെ കൃത്യമാണ് എന്ന് നിനക്ക് ബോധ്യപ്പെടുന്ന രൂപത്തിലാണ് അതിൻ്റെ സൃഷ്ടി വ്യവസ്ഥ എന്ന് അള്ളാഹു നമ്മെ അറിയിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങൾ, നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള സൃഷ്ടി വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിച്ചുകൊണ്ട് സൂറത്തുൽ ലുഖ്മാനിൽ അള്ളാഹു പറയുന്നുണ്ട്, അലഖസ്സമാവാതി ബിഗൈരി അമദിൻ തറൗനഹ, നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ലാത്ത കാണാൻ സാധിക്കുന്ന തൂണുകളൊന്നുമില്ലാതെ ഈ ആകാശത്തെ സൃഷ്ടിച്ച് സംവിധാനിച്ചിരിക്കുന്നു. അൽഖാഫിൽ അർളി റവാസിയ അൻ തബീദ ബിക്കും, ഈ ഭൂമിയുടെ ബാലൻസ് തെറ്റിപ്പോകാതിരിക്കാൻ അതിൽ പർവ്വതങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നു. വബസ്ത ഫീഹാ മിൻ കുല്ലി ദാബ്ബ, എന്നിട്ട് ഈ ഭൂമിയിൽ എല്ലാവിധ ജന്തുജാലങ്ങളെയും അള്ളാഹു വ്യാപിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. വഅൻസൽനാ മിനസ്സമാഇ മാഅൻ, എന്നിട്ട് അള്ളാഹു ആകാശത്ത് മഴ വർഷിപ്പിക്കുകയും ഫഅംബത്നാ ഫീഹാ മിൻ കുല്ലി സൗജിൻ കരീം, എല്ലാറ്റിനെയും ഇണകളായി അഥവാ പ്രത്യുൽപാദന പ്രവർത്തനങ്ങൾക്ക് സാധ്യമാകുന്ന രൂപത്തിൽ അതിനെ സൃഷ്ടിച്ച് സംവിധാനപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. നമ്മൾ ആലോചിച്ച് നോക്കൂ. അങ്ങനെയെല്ലാം അള്ളാഹു ഉണ്ടാക്കിയിട്ട് അള്ളാഹു പറയുന്നു, ഹാദാ ഖൽഖുല്ലാഹ്, ഇതാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടി. ഫഅറൂനി മാദാ ഖലഖല്ലദീന മിൻ ദൂനി, അതുകൊണ്ട് അള്ളാഹു അല്ലാത്ത മറ്റു വല്ലവരും വല്ലതും സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കാണിച്ചു തരൂ. ബലിൽ ളാലിമൂന ഫീ ളലാലിൻ മുബീൻ, തീർച്ചയായും അക്രമകാരികൾ അള്ളാഹു അല്ലാത്തവരിൽ പങ്കുചേർക്കുന്ന മുഴുവൻ ആളുകളും യഥാർത്ഥത്തിൽ വ്യക്തമായ വഴികളിലാകുന്നു എന്ന് അള്ളാഹു തുടർന്നുകൊണ്ട് പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ പരിശോധിച്ച് നോക്കുക. ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ സൃഷ്ടാവായ അള്ളാഹുവിനെ നമുക്ക് കൃത്യമായി ബോധ്യപ്പെടാൻ സാധിക്കുന്ന രൂപത്തിലാണ് അതിൻ്റെ സൃഷ്ടി സംവിധാനം എന്ന് നമുക്കറിയാൻ സാധിക്കുമെന്നതാണ് സൂചിപ്പിച്ചത്. അപ്പോൾ അള്ളാഹു മാത്രമാണ് സൃഷ്ടാവ്, മറ്റു വല്ലവരും വല്ലതും സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാണിച്ചു തരിക എന്ന അള്ളാഹുവിൻ്റെ വെല്ലുവിളിക്ക് ലോകത്താർക്കും മറുപടി കൊടുക്കാൻ സാധ്യമല്ല. ഒരു ഈച്ചയെപ്പോലും ലൻ യഖ്ലുഖൂ ദുബാബൻ വലൗ ഇജ്തമഊ ലഹു, അള്ളാഹു അല്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്ന ആരാധ്യ വസ്തുക്കൾ ഒന്നടങ്കം ഒരൊറ്റ സഖ്യകക്ഷിയായി പരിശ്രമിച്ചാൽ പോലും ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ സാധിക്കുകയില്ല എന്ന് അള്ളാഹു വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ പരിശോധിക്കുക. അങ്ങനെയുള്ള സൃഷ്ടാവായിരിക്കുന്ന അള്ളാഹു, അവനാണ് സൃഷ്ടാവ് എന്ന് അവൻ്റെ ഏകത്വം നമ്മൾ അംഗീകരിക്കുന്നു എങ്കിൽ അതോടൊപ്പം നമ്മൾ അംഗീകരിക്കേണ്ട കാര്യമാണ് ആരാധനാപരമായ ഏകത്വവും എന്നാണ്. നമ്മൾ നോക്കൂ, സൂറത്തുൻ നംലിൽ കുറേ ആയത്തുകൾ അള്ളാഹു നമ്മളോട് ചോദിക്കുന്നു, ഐ ഇലാഹുമ്മ അള്ളാഹ്, അള്ളാഹുവിൻ്റെ കൂടെ മറ്റൊരാരാധ്യനുണ്ടോ? ഈ ചോദ്യം അള്ളാഹു നമ്മുടെ മുമ്പിൽ സമർപ്പിക്കുന്ന നമ്മൾ പരിശോധിച്ച് നോക്കൂ. ഖുലിൽ ഹംദുലില്ലാഹ്, മുഹമ്മദ് നബിയോട് അള്ളാഹുവിൻ്റെ കൽപ്പന, നീ പറയുക അള്ളാഹുവിന് സർവസ്തുതിയും. വസലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫ, അള്ളാഹു തിരഞ്ഞെടുത്തിരിക്കുന്ന അവൻ്റെ ദാസന്മാർക്ക് സമാധാനം. എന്നിട്ട് അള്ളാഹു പറയുകയാണ്, അല്ലാഹു ഖൈറുൻ അമ്മാ യുശ്രിക്കുൻ, അല്ല അവർ പങ്കു ചേർക്കുന്നവനാണോ ഉത്തമം അല്ലെങ്കിൽ അള്ളാഹുവാണോ ഉത്തമം? ഏറ്റവും ഉത്തമമായിട്ടുള്ളവൻ അള്ളാഹുവാണോ അല്ലെങ്കിൽ അള്ളാഹുവിൽ ആളുകൾ പങ്കു ചേർത്തുകൊണ്ടിരിക്കുന്ന ആരാധ്യ വസ്തുക്കളാണോ? അമ്മൻ ഖലഖസ് സമാവാതി വൽ അർദ്, അള്ളാഹു ചോദിക്കുന്നു, ആരാണ് ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചിരിക്കുന്നത്? വഅൻസല ലക്കും മിനസ് സമാഇ മാഅ, ആകാശത്തു നിന്ന് വെള്ളമിറക്കിയിരിക്കുന്നത് ആരാണ്? ഫഅംബത്നാ ബിഹി ഹദായിഖ ദാത ബഹജ,
വളരെ കൗതുകകരമായ മനോഹരമായ വളരെ ഭംഗിയുള്ള രൂപത്തിൽ ഇവിടെ സസ്യലതാദികളെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് തോട്ടങ്ങളെ മനോഹരമാക്കിയിരിക്കുന്നവനാരാണ്? മാ കാനലക്കും അൻ തുംബിത്തു ഷജറഹ, അതിൽ ഒരു മരം പോലും മുളപ്പിക്കാൻ നിങ്ങൾക്ക് സാധ്യമായിരുന്നില്ല. നമുക്ക് നമ്മൾ ഈ പ്രപഞ്ചത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മനോഹരമായ തോട്ടങ്ങളെ അതിനെ ഉദാഹരിച്ചുകൊണ്ടാണ് അള്ളാഹു പറയുന്നത്, ഒരു മരം പോലും ഒരു ചെടി പോലും നിങ്ങൾക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധ്യമായിരുന്നില്ല. ആ ഇലാഹും അള്ളാഹ്, എന്നിട്ട് അള്ളാഹുവിൻ്റെ കൂടെ മറ്റൊരാരാധ്യനോ? ഈ സൃഷ്ടിപ്പിൽ അള്ളാഹുവിന് ഒരു പങ്കുമില്ല എങ്കിൽ ആരാധന അള്ളാഹുവിനല്ലാത്തവർക്ക് സമർപ്പിക്കുവാൻ എന്താണ് ന്യായമുള്ളത്? ബൽഹും ഖൗമുൻ യഖദിലൂൻ, യഥാർത്ഥത്തിൽ അത്തരം ആളുകൾ യഥാർത്ഥത്തിൽ നമ്മൾ പരിശോധിച്ച് വ്യതിചലിച്ചു പോയിരിക്കുന്ന ആളുകളാകുന്നു എന്നാണ് അള്ളാഹുവിൽ സമന്മാരെ കൽപ്പിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു പറഞ്ഞിരിക്കുന്നത്. സത്യത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയിരിക്കുകയാണ്. വീണ്ടും അള്ളാഹു ചോദിക്കുന്നു, നോക്കൂ നമ്മൾ, അമ്മൻ ജഅലൽ അർള ഖറാറ, ഭൂമിയെ നിങ്ങൾക്ക് വാസയോഗ്യമാക്കി, നമുക്ക് താമസിക്കാൻ സൗകര്യപ്രദമായ രൂപത്തിൽ ഈ ഭൂമിയെ സംവിധാനിച്ചു. തൊട്ടടുത്ത ഉപഗ്രഹത്തിലേക്ക് ചന്ദ്രനിലേക്ക് പോയപ്പോൾ പ്രാണവായു കൊണ്ടുപോകാതെ നമുക്ക് കടന്നു പോകാൻ കഴിയില്ല. അന്തരീക്ഷ മണ്ഡലത്തിൻ്റെ പുറത്തേക്ക് നമുക്ക് കടന്ന് സഞ്ചരിക്കണമെങ്കിൽ, ബഹിരാകാശത്ത് യാത്ര ചെയ്യണമെങ്കിൽ ശ്വസിക്കാൻ ആവശ്യമായ പ്രാണവായു കൊണ്ടുപോകാതെ ജീവിക്കാൻ കഴിയില്ല. അപ്പോൾ ഭൂമിയെ നിവാസയോഗ്യമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞത് എത്ര അർത്ഥവത്താണ്. വജഅല ഹിലാലഹ അൻഹാറ, എന്നിട്ട് ആ ഭൂമിക്കിടയിലൂടെ നദികളെ ഒഴുക്കിയിരിക്കുന്നു. വജഅല ലഹാ റവാസിയ, അതിൽ പർവ്വതങ്ങളെ സ്ഥാപിച്ചുകൊണ്ട് അതിനെ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്തിരിക്കുന്നു. വജഅല ബൈനൽ മഹ്റൈനി ഹാജിസ, സമുദ്രങ്ങൾക്കിടയിൽ അവൻ മറ സൃഷ്ടിച്ചിരിക്കുന്നു. ഭൂമിയിൽ ശുദ്ധജലമാണെങ്കിൽ തൊട്ടപ്പുറത്തെ സമുദ്രത്തിൽ മുഴുവനും ഉപ്പുജലമാണ്. ആ ശുദ്ധജലവും ഉപ്പുജലവും കലരാതെ സമുദ്രത്തിൻ്റെ തൊട്ട് സമുദ്രതീരത്ത് ഇപ്പുറത്തുള്ള ഒരു കരയിൽ കിണർ കുഴിച്ചാൽ അതിൽ ലഭിക്കുന്നത് ശുദ്ധമായ വെള്ളമാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക, ആ ശുദ്ധജലത്തെയും ഉപ്പുജലത്തെയും വേർതിരിച്ച് നിർത്തിയിരിക്കുന്ന, ശുദ്ധജലപ്രവാഹത്തെയും അതുപോലെ തന്നെ ഉഷ്ണജലപ്രവാഹത്തെയും ശീതജലപ്രവാഹത്തെയും അതിൻ്റെ ഇടയിൽ മറസൃഷ്ടിച്ചിരിക്കുന്ന ആ സമുദ്രത്തിൽ പോലും അള്ളാഹു ഉണ്ടാക്കിയിരിക്കുന്ന അത്ഭുതകരമായ പ്രതിഭാസങ്ങളെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചു നോക്കൂ എന്നാണ് അള്ളാഹു നമ്മളോട് ആവശ്യപ്പെടുന്നത്. എന്നിട്ട് അള്ളാഹു പറഞ്ഞിരിക്കുന്നത് എന്താണ്? അവിടെ വജഅല ബൈനൽ ബഹ്റൈനി ഹാജിസ ഇലാഹും അല്ലാഹ്, എന്നിട്ടും അള്ളാഹുവിൻ്റെ കൂടെ വേറെ ഒരു ആരാധ്യന വെക്കുകയാണോ? ഇതാണ് അള്ളാഹുവിൻ്റെ ചോദ്യം. ബൽ അക്സറുഹും ലാ യഅലമൂൻ, പക്ഷെ അധികം ആളുകളും കാര്യം മനസ്സിലാക്കുന്നില്ല എന്ന് അള്ളാഹു സൂചിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ കാര്യം മനസ്സിലാക്കാത്തതാണ് പ്രശ്നം എന്ന് അള്ളാഹു വിശദീകരിക്കുന്നു. വീണ്ടും അള്ളാഹു പറയുന്നു, നോക്കൂ നമ്മൾ, അമ്മൻ യുജീബുൽ മുദ്തറ ഇദാ ദആഹു, ഒരു മനുഷ്യൻ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ടുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു. വയക്ഷിഫു സൂഅ, അവൻ്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുകയും അവൻ്റെ വിഷമങ്ങൾ അള്ളാഹു നീക്കിക്കൊടുക്കുകയും ചെയ്യുന്നു. വയജ്അലുക്കും ഖുലഫാ അൽ അർള്, ഭൂമിയിൽ നിങ്ങൾ അവൻ പ്രതിനിധിയായി വെക്കുകയും ചെയ്തിരിക്കുന്നു. അഇലാഹമ്മ അള്ളാഹ്, അള്ളാഹുവിൻ്റെ കൂടെ മറ്റാരാധ്യനുണ്ടോ എന്നാണ് അള്ളാഹു വീട്ടിൽ ചോദിക്കുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കൂ. ഖലീലമ്മ തദക്കറൂൻ, പക്ഷേ എന്താണ് പ്രശ്നം? ആളുകൾ വളരെ കുറച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. കുറച്ച് മാത്രമാണ് ആളുകൾ ആലോചിക്കാൻ തയ്യാറാവുന്നത്. ആലോചിക്കാൻ തയ്യാറായിരുന്നു എങ്കിൽ, ചിന്തിക്കാൻ സന്നദ്ധമായിരുന്നു എങ്കിൽ, മാ ഹലഖ്ത ഹാദാ ബാത്തില, ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ല എന്ന് നമുക്ക് ബോധ്യപ്പെടുമായിരുന്നു എന്നാണ് അള്ളാഹു വിശദീകരിക്കുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും പരിശോധിക്കുക. എന്നിട്ട് അള്ളാഹു പറയുന്നു, അമ്മൻ യഹ്ദീകും ഫീ ളുലുമാത്തിൽ ബർരി വൽ ബഹർ, ആരാണ് നിങ്ങൾക്ക് കരയിലും കടലിലും നിങ്ങൾക്ക് മാർഗദർശനം നൽകിയിരിക്കുന്നവൻ? കരയിലൂടെ സഞ്ചരിക്കാൻ ഒരുപാട് മാർഗങ്ങൾ, അന്തരീക്ഷത്തിലൂടെ സഞ്ചരിക്കാൻ മാർഗങ്ങൾ, സമുദ്രത്തിലൂടെ സഞ്ചരിക്കാൻ മാർഗങ്ങൾ, സമുദ്രങ്ങളുടെ ആഴങ്ങളിലേക്ക് ഊളിയിട്ട് ഇറങ്ങുവാൻ പോലും സാധിക്കുന്ന രൂപത്തിലുള്ള മാർഗങ്ങൾ, അതെല്ലാം ഒരുക്കി തന്നിരിക്കുന്ന, അവിടെയെല്ലാം സഞ്ചാരയോഗ്യമാക്കിയിരിക്കുന്ന, അതിനാവശ്യമായിരിക്കുന്ന വെളിച്ചവും മാർഗദർശനവും നൽകിയ അള്ളാഹു, അതല്ലാതെ ആരാണ് നിങ്ങൾക്ക് അങ്ങനെ മാർഗദർശനം നൽകിയിരിക്കുന്നവൻ? എന്നിട്ട് അള്ളാഹു പറയുന്നു, വമൻ യുർസിലു റിയാഅ ബുശ്റൻ ബൈന യദൈ റഹ്മതിഹി, അള്ളാഹുവിൻ്റെ കാരുണ്യമായി വർഷിക്കുന്ന മഴയുടെ മുന്നോടിയായിക്കൊണ്ട്, അതിൻ്റെ ശുഭപ്രതീക്ഷ നൽകുന്ന രൂപത്തിൽ സന്തോഷ വാർത്തയായിക്കൊണ്ട് കാറ്റുകളെ അയച്ചിരിക്കുന്നവൻ ആരാണ്? നമ്മൾ ആലോചിച്ച് നോക്കൂ, നമുക്ക് എന്തൊരു പങ്കാണുള്ളത് എന്ന്. അഇലാഹും അല്ലാഹ്, അള്ളാഹു വീണ്ടും ചോദിക്കുന്നു, അള്ളാഹുവിൻ്റെ കൂടെ മറ്റൊരു ഇലാഹുണ്ടോ എന്ന്. എന്നിട്ട് അള്ളാഹു പറയുന്നു, തആലല്ലാഹു അമ്മാ യുശ്രികൂൻ, അവർ പങ്കുചേർത്തുകൊണ്ടിരിക്കുന്നതിനേക്കാൾ അള്ളാഹു അത്യുന്നതനാകുന്നു എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, വീണ്ടും അള്ളാഹു ചോദിക്കുന്നു, നോക്കൂ നമ്മൾ, അമ്മൻ യബ്ദഉൽ ഖൽഖ സുമ്മ യുഈദുഹു, ആരാണ് ആദ്യമായി സൃഷ്ടിച്ചിരിക്കുന്നത്? മനുഷ്യരെ ആകട്ടെ, ഈ ലോകത്തെ ആകട്ടെ, പ്രപഞ്ചത്തെ ആകട്ടെ, മറ്റെന്തിനേയും ആകട്ടെ, അതിൻ്റെ ആദ്യമായ സൃഷ്ടിപ്പ് നടത്തിയിരിക്കുന്നവൻ ആരാണ്? എന്നിട്ട് അള്ളാഹു പറയുന്നു, സുമ്മ യുഈദുഹു, വീണ്ടും അതിനെ മടക്കി കൊണ്ടുവരാൻ, ഇന്നത്തെ ലോക സംവിധാനം മാറ്റി മറ്റൊരു ലോകമുണ്ടാക്കാൻ, ഇന്ന് മരിച്ചു പോകുന്ന മനുഷ്യരെ വീണ്ടും സൃഷ്ടിച്ചുകൊണ്ട് വീണ്ടും ഒരു സൃഷ്ടിയായി കൊണ്ടുവരാൻ
എല്ലാം സാധിക്കുന്ന അള്ളാഹുവിൻ്റെ ആ സൃഷ്ടി വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം ആലോചിച്ച് നോക്കുക. വമൻ യർസുഖുകും മിനസ്സമാഇ വൽ അർള്, ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് ഉപജീവനം നൽകിയിരിക്കുന്നവൻ ആരാണ്? ആ ഇലാഹും അല്ലാഹ്, അള്ളാഹുവിൻ്റെ കൂടെ മറ്റു വല്ല ആരാധ്യനുമുണ്ടോ? കുൽ ഹാത്തു ബുർഹാനക്കും ഇൻ കുൻതും സാദിഖീൻ. അവസാനമായി അള്ളാഹു പറഞ്ഞു, ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന് തെളിവ് ഹാജരാക്കുക, ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന് തെളിവ് ഹാജരാക്കുക. ഇതാണ് അള്ളാഹു നമ്മളോട് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് സഹോദരങ്ങൾ, നമ്മൾ പരിശോധിക്കണം. ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി വ്യവസ്ഥയെക്കുറിച്ച്, ഭൂമിയെക്കുറിച്ച്, പർവ്വതങ്ങളെക്കുറിച്ച്, നദികളെക്കുറിച്ച്, മലകളെക്കുറിച്ച്, പുഴകളെക്കുറിച്ച്, സമുദ്രങ്ങളെക്കുറിച്ച്, ആകാശത്തെക്കുറിച്ച്, ഗ്രഹങ്ങളെക്കുറിച്ച്, നക്ഷത്രങ്ങളെക്കുറിച്ച്, എന്തിനെക്കുറിച്ച് നമ്മൾ പഠനം നടത്തിയാലും ഇത് വളരെ കൃത്യമായും വ്യക്തമായും വ്യവസ്ഥാപിതമായും സൃഷ്ടിച്ച് സംരക്ഷിച്ച് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സർവശക്തനായ പടച്ച തമ്പുരാൻ്റെ ആ അസ്തിത്വം നമുക്ക് ബോധ്യപ്പെടും. അത് നമുക്ക് മനസ്സിലാക്കാൻ അവൻ്റെ കൂടെ മറ്റു വല്ല ആരാധനയും സ്വീകരിക്കാൻ എന്ത് ന്യായമാണുള്ളത് എന്നതാണ് ഖുർആൻ ഈ സൂറയിലെ വിവിധ ആയത്തുകൾ, വിവിധ ദൃഷ്ടാന്തങ്ങൾ നിരത്തി വെച്ചുകൊണ്ട് നമ്മുടെ ബുദ്ധിയുമായി സംവദിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവനല്ലാതെ മറ്റൊരാരാധ്യനില്ല എന്ന് നമുക്ക് ബോധ്യപ്പെടുക. ആ സൃഷ്ടാവ് മാത്രമാണ് ആരാധ്യൻ. അത് മനസ്സിലാക്കിക്കൊണ്ട് ആരാധകൾ അവന് മാത്രം സമർപ്പിക്കാൻ നമ്മൾ തയ്യാറാവുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖവാതു ഉസീകും വഇയ്യാ ബിത്തഖ്വല്ലാഹ്. ഖാല അല്ലാഹു തആല ഫീ ഖുർആനിഹിൽ കരീം അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരിമാരെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കൽ അനുസരിച്ച് അങ്ങേറ്റം തെക്കോടെ ജീവിക്കുവാൻ ഒന്നുകൂടി എന്നെയും നിങ്ങളെയും വസിച്ച് ചെയ്യുന്നു. വളരെ വിശാലമായ ഒരു വിഷയം വളരെ പരിമിതമായ സമയത്തിനുള്ളിൽ നമ്മുടെ ചിന്താമണ്ഡലത്തിൽ കൊണ്ടുവരിക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ആയുഷ്കാലം മുഴുവൻ നമ്മൾ പഠനം നടത്തിയാലും അള്ളാഹുവിൻ്റെ സൃഷ്ടി വ്യവസ്ഥ അതിൽ യാതൊരു ന്യൂനതകളും കണ്ടുപിടിക്കാൻ സാധ്യമല്ലാത്ത വിധം അന്യൂനമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും. അത് നമ്മൾ ബോധ്യപ്പെടുമ്പോൾ മാ ഹലക്ത ഹാദാ ബാത്തില, പടച്ച തമ്പുരാനെ നീ ഇതിനെ വെറുതെ സൃഷ്ടിച്ചതല്ല എന്ന് പറയുന്ന നമ്മൾ ഇന്നീ വജ്ജഹ്തു വജ്ഹിയല്ലദീ ഫതറസ്സമാവാതി വൽ അർള് ഹനീഫൻ വമാ അന മിനൽ മുശ്രിക്കീൻ. അതാണ് നമ്മുടെ ബാധ്യത. എന്താണ്? ഞാനിതാ എൻ്റെ മുഖത്തെ തിരിച്ചിരിക്കുന്നു. ആർക്കു നേരെ? ഫതറസ്സമാവാതി വൽ അർള്, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചിരിക്കുന്ന ആ പ്രപഞ്ചനാഥന് നേരെ. ഹനീഫൻ, യാതൊരു വക്രതയും വളവുമില്ലാതെ നാർമാർഗത്തിൽ ഉറച്ചു നിന്നുകൊണ്ട്. വമാ അന മിനൽ മുശ്രിക്കീൻ, ഞാൻ ഒരിക്കലും അവനിൽ പങ്കു ചേർക്കുന്ന മുശ്രിക്കുകളിൽ ബഹുദൈവ വിശ്വാസികളിൽപ്പെട്ടവനായിരിക്കില്ല. ഈ ഒരു പ്രതിജ്ഞ നമുക്ക് പുതുക്കാൻ സാധിക്കണം. സഹോദരങ്ങളെ, നമസ്കാരത്തിൻ്റെ ആദ്യമായി നമ്മൾ നിർവഹിക്കാറുള്ള ആ പ്രഥമമായ പ്രാർത്ഥന നമ്മൾ പലപ്പോഴും വജ്ജഹത്ത് ചെല്ലാറുണ്ട്. പക്ഷേ ആ വജ്ജഹത്ത് ചെല്ലുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത് ഇത്ര വിശാലമായ ആശയമാണ് എന്ന് നമ്മൾ ആലോചിച്ചു. നാം അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട്, അള്ളാഹു ആണ് ഏറ്റവും മഹാൻ എന്ന് പറഞ്ഞുകൊണ്ട് കൈകെട്ടി ആദ്യമായി അള്ളാഹുവിനോട് വജ്ജഹത്ത് വജ്ഹിയല്ലദീ ഫതറസ്സമാവാതി വൽ അർള് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിരിക്കുന്ന ആ വിഷയത്തിൻ്റെ ഒരുപാട് വിപുലമായ വിശാലമായ അർത്ഥത്തിലേക്ക്, ആശയങ്ങളിലേക്ക് നമ്മുടെ മനസ്സ് കടന്നു പോകേണ്ടതുണ്ട്. ആ വിശാലമായ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് വജ്ജഹ്തു വജ്ഹിയല്ലദീ ഫതറസ്സമാവാതി വൽ അർള്, നാഥ, നിന്റെ നേരെ ഈ ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച് സംവിധാനിച്ച് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന സർവശക്തനായ സർവേശ്വരനായ ജഗന്നിയന്താവായ പടച്ച തമ്പുരാനെ, നിന്റെ മുമ്പിലാണ് ഞാൻ എൻ്റെ മുഖം തിരിച്ചു വെച്ചിരിക്കുന്നത്, നിന്റെ മുമ്പിലാണ് ഞാൻ തലകുനിക്കാൻ പോകുന്നത്, നിന്റെ മുമ്പിലാണ് എൻ്റെ ആരാധനയുടെ മുഴുവൻ ഭാവങ്ങളും സമർപ്പിക്കുവാനുള്ളത് എന്ന ആ മാനസികമായ മനോഭാവത്തോടു കൂടിയും വികാരത്തോടു കൂടിയും ആ കാര്യം സമർപ്പിക്കാൻ നമുക്ക് സാധിക്കണം എന്ന് മാത്രമാണ് ഓർമ്മപ്പെടുത്തുന്നത്. ഇതിന് വിരുദ്ധമായി നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ സമൂഹത്തിൽ പോലും കാണാൻ കഴിയുന്ന അന്ധവിശ്വാസങ്ങളുണ്ട്. അതിനെതിരെ നടന്ന ഒരു നൂറ്റാണ്ട് നിൽക്കുന്ന പ്രവർത്തനങ്ങളുണ്ട്. അതൊക്കെ ഇൻഷാ അല്ലാഹ് വരും ഖുത്ബകളിലൂടെ നമുക്ക് പരാമർശിക്കാൻ വേണ്ടി ശ്രമിക്കാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വിവിധ പ്രതിസന്ധികൾ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതോടൊപ്പം നമ്മുടെ ബാധ്യതകളും ഉത്തരവാദിത്തങ്ങളും വീഴ്ച വരാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്ത് SIR നടപ്പാക്കപ്പെടുകയാണ്. അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് പത്രമാധ്യമങ്ങളിലൂടെ നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാകും. ഇവിടെ നമുക്ക് വലിയ ബാധ്യതയുണ്ട്. നമ്മളൊക്കെ പലപ്പോഴും പലതും അശ്രദ്ധമായി അവഗണിക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ട്. ഒരു വോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ് എന്നാണ് പലപ്പോഴും നമ്മുടെ ആളുകൾ ആലോചിക്കാറുള്ളത്. ജനാധിപത്യ സംവിധാനത്തിൽ വോട്ട് എന്നുള്ളത് ഏറ്റവും വലിയ ആയുധമാകുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം.
അതുമാത്രമല്ല, തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ആയി ബന്ധപ്പെട്ടുകൊണ്ട് യഥാർത്ഥത്തിൽ നമ്മുടെ പേര് അവിടെ ഉറപ്പുവരുത്താൻ സാധിക്കാതെ പോയാൽ നമ്മുടെ പൗരത്വം പോലും ചോദ്യം ചെയ്യപ്പെടാനുള്ള സാധ്യതകൾ നമ്മൾ അറിയേണ്ടതുണ്ട്. കഴിഞ്ഞ വർഷവും അല്ലെങ്കിൽ കുറേ വർഷം എനിക്ക് വോട്ടർ പട്ടികയിൽ ഞാൻ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് പോലും സമാധാനിക്കാൻ സാധ്യമല്ല. 2002 അംഗീകരിച്ചിരിക്കുന്ന വോട്ടർ പട്ടികയുടെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഇവിടെ അത് പുതുക്കാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. വിശദമായി വിശദീകരിക്കാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുന്നില്ല. പത്രമാധ്യമങ്ങളിലും എല്ലാ രംഗത്തും അതിൻ്റേതായ വിശദീകരണങ്ങൾ കൃത്യമായി നൽകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്, നമ്മൾ അത്തരം കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും പഠിക്കുകയും ഓരോരുത്തരുടെയും കൃത്യമായ 18 വയസ്സ് പൂർത്തിയായിരിക്കുന്ന മുഴുവൻ ആളുകളുടെയും വോട്ടവകാശം ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുവാൻ നമ്മൾ ഈ രാജ്യത്തെ പൗരന്മാരാകുന്നു എന്ന് കൃത്യമായി തെളിയിക്കാനുള്ള മാർഗങ്ങൾ എന്താണോ ഉള്ളത്, അതിനെന്തൊക്കെയാണോ വേണ്ടത്. വീട്ടിൽ ആരെങ്കിലും എന്യൂമറേഷന് വരുമ്പോൾ ഇന്ന് അതിനുവേണ്ടി ബൂത്ത് ലെവൽ ഓഫീസർമാരെ നിശ്ചയിക്കുകയും ഓരോ വീടുകളും കയറി അതിനുവേണ്ട ഫോം കൊടുക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏർപ്പാടുകൾ ചെയ്യുകയും അതിന് സംവിധാനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്നു. ഈ സംവിധാനങ്ങൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ കൃത്യമായി, പ്രത്യേകിച്ചും പല ആളുകളും ഗൾഫിലൊക്കെയുള്ള ഈ സന്ദർഭത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഓരോന്നിനും വേണ്ടത് എന്ന് കൃത്യമായി മനസ്സിലാക്കി അതിനനുസരിച്ച് കൊണ്ട് പ്രവർത്തിക്കുവാനും ജാഗ്രതയോടുകൂടി അത്തരം കാര്യങ്ങൾ സമയബന്ധിതമായി, എന്തും അലസമായി അങ്ങനെ ആവാം, അവസാനമാകാം, കുട്ടികൾ പരീക്ഷയ്ക്ക് പഠിക്കുന്ന മാതിരിയാണ്, പരീക്ഷയുടെ തലേന്നാവാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നീട്ടിവെക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ട്. ആ സ്വഭാവം പലപ്പോഴും ആ സമയം കടന്നു പോകുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകളുടെ വോട്ടവകാശം പോലും നിഷേധിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിയുമ്പോൾ നമ്മൾ ആ കാര്യങ്ങൾ ജാഗ്രതയോടുകൂടി കാണണം എന്നും ശ്രദ്ധയോടുകൂടി ആ കാര്യങ്ങൾ ഇടപെടണം എന്നും സൂചിപ്പിക്കുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ രാജ്യത്തെ, ഈ രാജ്യം കാത്തുസൂക്ഷിക്കുന്ന ജനാധിപത്യവും മതേതരത്വം, അതിന് യാതൊരു പ്രതിസന്ധിയും ഇല്ലാതിരിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മിൽ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആളുകൾക്ക് പടച്ചതമ്പുരാൻ ആശ്വാസം നൽകുമാറാകട്ടെ. നമ്മിൽ പല ആളുകളും രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. പല രോഗികളും രോഗശമനത്തിന് വേണ്ടി ദുആ ചെയ്യാൻ നമ്മളോട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹുവെ, അവരുടെ എല്ലാം രോഗം നിഷിഫിയാക്കി കൊടുക്കുകയും ആരോഗ്യത്തോടുകൂടിയുള്ള ആയുസ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ നാഥ. നമ്മിൽ മരണപ്പെട്ടു പോയിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ, കുടുംബക്കാർ, ബന്ധുക്കൾ, മോമിനുകൾ, മോമിനാത്തുകൾ പലരുമുണ്ട്. അവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുകയും അവരെയും നമ്മെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും കുടുംബസമേതം സ്വർഗ്ഗപ്രവേശം ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാൻ ഞങ്ങളെയും കുടുംബത്തെയും നീ അനുഗ്രഹിക്കുകയും ചെയ്യണമേ നാഥ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പല നിലക്കുള്ള പ്രതിസന്ധികളും നേരിട്ടുകൊണ്ടിരിക്കുന്ന, സ്വന്തം രാജ്യത്ത് നിലനിൽപ്പ് പോലും ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥാവിശേഷമുണ്ട്. സഹോദരങ്ങൾക്ക് അള്ളാഹുവെ നീ ആശ്വാസം നൽകുകയും ആ മർദ്ദിത ജനവിഭാഗത്തിൻ്റെ മോചനത്തിന് വേണ്ട വഴി ഒരുക്കി കൊടുക്കുകയും സമാധാനപൂർണ്ണമായ സ്വസ്ഥമായ ജീവിതം ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും നിലനിൽക്കാൻ നീ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم اغفر لنا ولوالدينا رب ارحمهما كما ربيانا صغارا. اللهم أحينا للكتاب والسنة. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. توفنا مسلمين والحقنا بالصالحين. اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا في فلسطين. اللهم انصر إخواننا في غزة. اللهم انصر إخواننا في كل مكان. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.